ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സോളാർ ഫ്ലെയർസ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, നിസാർ, NSCN-IM, SCC. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ ഫ്ലെയറുകളെ കുറിച്ചാണ്. അപ്പോൾ ഈ സോളാർ ഫ്ലെയർ എന്ന് പറയുന്ന ടോപ്പിക്ക് ആക്ച്വലി നമ്മൾ ഇതിന് മുമ്പും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി നോർത്ത് അമേരിക്കയിലുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഒരു അറോറ എന്ന് പറയുന്ന ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു ലൈറ്റ് ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാധാരണഗതിയിൽ കാണുന്നതിനെക്കാട്ടും പല പ്രദേശങ്ങളിലേക്കും പുതുതായിട്ടുള്ള പല പ്രദേശങ്ങളിലും ഈ അറോറ കണ്ടിട്ടുള്ളതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത് ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള വലിയൊരു സോളാർ ഫ്ലെയറുകളാണ്. അപ്പോൾ ഈ പറയുന്ന അറോറ ലൈറ്റ്സ് ഇന്ത്യയിൽ കണ്ടിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ഓർബിറ്ററും അതുപോലെ തന്നെ ആദിത്യ L1 ഒക്കെ ഈ പറയുന്ന സോളാർ ഫ്ലെയറുകൾ ക്യാപ്ചർ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 5 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് സോളാർ ഫ്ലെയറുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സോളാർ ഫ്ലെയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സണ്ണിന്റെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ സൂര്യന്റെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഹൈലി ഇന്റൻസ് ആയിട്ടുള്ള ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ഇറപ്ഷനാണ് സോളാർ ഫ്ലെയറുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോളാർ ഫ്ലെയറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ എക്സ്പ്ലോസീവ് ഇവന്റ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ഇറപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെക്ട്രംസ് ഉണ്ട്. ഇപ്പോൾ റേഡിയോ വേവ്സ്, എക്സ്റേ, ഗാമ റേസ്, ഇതിനകത്തൊക്കെ ഈ പറയുന്ന റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് സാധാരണഗതിയിൽ ഈ പറയുന്ന സോളാർ ഫ്ലെയറുകൾ എന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അത് ഈ സൂര്യന്റെ ബ്രൈറ്റ് ഏരിയാസിലാണ് ഈ സോളാർ ഫ്ലെയറുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് സൂര്യനിലെ ബ്രൈറ്റ് ഏരിയാസ് ആയിട്ട് അത് ആ ഒരു പ്രദേശം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചില മിനിറ്റുകൾ തൊട്ട് മണിക്കൂറുകൾ വരെ നീണ്ടു നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫ്ലെയറുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും സറൗണ്ടിങ് ആയിട്ടുള്ള ഏരിയാസിന്റെ ടെമ്പറേച്ചർ ആണെങ്കിലും വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനകത്ത് മില്യൺസ് ഓഫ് ഡിഗ്രി സെൽഷ്യസുകളായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സോളാർ ഫ്ലെയറുകൾ ഡിഫറെന്റ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇപ്പോൾ റേഡിയോ വേവ്സ് ആവാം, എക്സ്റേസ് ആവാം, ഗാമ റേസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സോളാർ ഫ്ലെയറുകൾക്കകത്ത് ഇത്തരത്തിൽ എല്ലാ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്തുള്ള റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന് അക്രോസ് നമുക്ക് ഈ പറയുന്ന സോളാർ ഫ്ലെയറുകൾ കാണാമെങ്കിലും ഇത് പ്രധാനമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഈ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള എക്സ്റേസിലൂടെയും അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് എമിഷൻസിലൂടെയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ സോളാർ ഫ്ലെയറുകളുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള വലിയ സോളാർ ഫ്ലെയറുകൾ നമ്മുടെ ഭൂമി അതുപോലെ തന്നെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനകത്തൊക്കെ വലിയ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. കാരണം അത്രയധികം ചൂട് ഇത് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ഇത് കാരണമാണെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ റീസെന്റ് ഉണ്ടായിട്ടുള്ള ഈ സോളാർ ഫ്ലെയർ ഇവന്റിന്റെ സമയത്ത് നോർത്ത് അമേരിക്കയിലൊക്കെയുള്ള പല പ്രദേശങ്ങളിലും GPS-ന്റെ ഒക്കെ ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ്, റേഡിയോ സിഗ്നൽസിനെയൊക്കെ ഇത് ഡിസ്റപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്പേസിലുള്ള ആസ്ട്രോനട്സിനെ ഇത് നെഗറ്റീവ്ലി ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. സാറ്റലൈറ്റുകൾ നശിപ്പിക്കപ്പെടാനുള്ള അല്ലെങ്കിൽ സാറ്റലൈറ്റുകൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഹസാർഡ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ജിയോ മാഗ്നറ്റിക് സ്റ്റോമിനൊക്കെ ഇത് കാരണമാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സോളാർ ഫ്ലെയറുകളുടെ കേസ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് IMA കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ കുറിച്ചാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ബാബ രാംദേവിന്റെ പതഞ്ജലിയുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 6 പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ഒരു തൊഴിലാളി സംഘടന പോലുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇന്ത്യയിൽ മോഡേൺ സയന്റിഫിക് സിസ്റ്റം ഓഫ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു വളണ്ടറി ഓർഗനൈസേഷൻ ആണ് IMA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഗവൺമെന്റ് ഏജൻസി അല്ല എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു സംഘടന മാത്രമാണ്, റെപ്രസെന്റേറ്റീവ് വളണ്ടറി ഓർഗനൈസേഷൻ ആണ് IMA എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് ദി ഓൺലി റെപ്രസെന്റേറ്റീവ് വളണ്ടറി ഓർഗനൈസേഷൻ ഓഫ് ഡോക്ടേഴ്സ് ഓഫ് മോഡേൺ സയന്റിഫിക് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഈ പറയുന്ന IMA-യുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ഈ മോഡേൺ സയന്റിഫിക് സിസ്റ്റം ഓഫ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുക,
അതുപോലെ തന്നെ ബൈ ആൻഡ് ലാർജ് ഈ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സോ ഇത് നമ്മുടെ ഇന്ത്യയിൽ ഒരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് ഒരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1928 ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്താണ് IMA നിലവിൽ വരുന്നത്. അപ്പൊ IMA നിലവിൽ വരുന്ന സമയത്ത് ഇവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ എന്നുള്ള പേരിലാണ്. പിന്നീട് 1930 ഈ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ IMA എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റുന്നത്. അപ്പോൾ 1928 നടന്നിട്ടുണ്ടായിരുന്ന ഒരു കൽക്കട്ടയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഒരു 5th ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ആ സമയത്താണ് ഇവർ IMA എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ IMAയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കത്തയായിരുന്നു. പക്ഷെ പിന്നീട് ഇത് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ഡൽഹിയിലാണെന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ ഈ മോഡേൺ സയന്റിഫിക് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് വേൾഡ് മെഡിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ WMA എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് മെഡിക്കൽ അസോസിയേഷനെ ഫൗണ്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് മെഡിക്കൽ അസോസിയേഷന്റെ 27 ഫൗണ്ടർ മെമ്പേഴ്സിൽ ഒരാളാണ് IMA എന്ന് മനസ്സിലാക്കുക. ഇനി IMAയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പ്രൊമോഷൻ ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് മെഡിക്കൽ ആൻഡ് അലൈഡ് സയൻസസ് ഇൻ ഓൾ ദെയർ ഡിഫറെന്റ് ബ്രാഞ്ചസ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെയും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ഈ മെഡിക്കൽ പ്രൊഫഷന്റെ ഓണർ അതുപോലെ തന്നെ ഡിഗ്നിറ്റി ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നിസാർ സാറ്റലൈറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നാസ ISRO സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ എന്ന് പറയും. അപ്പോൾ ഈ നിസാർ സാറ്റലൈറ്റിനെ കുറിച്ചും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ നിസാർ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 5 നമ്മുടെ ഇപ്പോഴത്തെ ISRO ചീഫിന്റെ ഒരു ഇന്റർവ്യൂ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ നിസാർ സാറ്റലൈറ്റ് ഈ 2024 നടക്കാൻ പോകുന്ന ഏറ്റവും ഹൈലി എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ISRO നടത്തുന്ന ലോഞ്ചസിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ നിസാർ സാറ്റലൈറ്റിന്റെ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ഇന്റർവ്യൂവിനകത്ത് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നിസാർ സാറ്റലൈറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നിസാർ എന്ന് പറയുന്നത് നാസ ISRO സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഇതൊരു സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയും ഇന്ത്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ISROയും കൂടി സംയുക്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജോയിന്റ് പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ലോ എർത്ത് ഓർബിറ്റിൽ ഒരു സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ ഉൾപ്പെടുന്ന ഒരു സാറ്റലൈറ്റ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ലോ എർത്ത് ഓർബിറ്റ് ഒബ്സർവേറ്ററി ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ എർത്തിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സാറ്റലൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിന്തറ്റിക് അപ്പറേച്ചർ റഡാറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, നമ്മൾ എർത്തിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയുടെ എക്കോസിസ്റ്റത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ, ഓക്കെ, അതായത് നമ്മുടെ ഭൂമിയുടെ എക്കോസിസ്റ്റം, അതുപോലെ തന്നെ ഇവിടുത്തെ സർഫസ്, ഐസ് മാസ്, ഇതിനകത്തൊക്കെ വരുന്ന മാറ്റത്തിനെ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി നമ്മുടെ ഭൂമിയുടെ ബയോമാസ്, നാച്ചുറൽ ഹസാർഡ്സ്, സീ ലെവൽ റൈസ്, ഗ്രൗണ്ട് വാട്ടർ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൂടുതൽ ഇൻസൈറ്റ്സ് തരാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ നിസാർ മിഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി നിസാർ മിഷന്റെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത് നിസാർ മിഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റിനകത്ത് ഒരു L ബാൻഡ് അതുപോലെ തന്നെ S ബാൻഡ് റേഡിയോ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ റഡാർ ഫ്രീക്വൻസീസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ എർത്തിന്റെ സർഫേസിൽ വരുന്ന ചേഞ്ചസിനെ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഫ്രീക്വൻസിയിലുള്ള റഡാർ ഫ്രീക്വൻസീസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ 2 റഡാർ ഫ്രീക്വൻസീസ് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് മിഷനാണ് ഈ നിസാർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ നിസാർ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെന്റുകളിൽ ഒന്ന് ഒരു സിന്തറ്റിക് അപ്പറേച്ചർ റഡാർ ആണ്. അപ്പോൾ ഇത് ഈ ക്ലൗഡുകളൊക്കെ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യാൻ ഈ സിന്തറ്റിക് അപ്പറേച്ചർ റഡാറിന് കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൾ വെതർ ആയിട്ടുള്ള ഡേ ആൻഡ് നൈറ്റ് ഒബ്സർവേഷന് ഈ നിസാർ സാറ്റലൈറ്റ് കേപ്പബിൾ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഇന്റർവ്യൂവിനകത്ത് പുള്ളി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റഡാർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നിസാർ സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ടെക്നോണിക് മൂവ്മെന്റ്സ് ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂകമ്പം പോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇതിലൂടെ സഹായിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. ഇനി ഈ പറയുന്ന മിഷനകത്ത് ഞാൻ പറഞ്ഞു ഇതിന് നാസയും ISROയും കൂടി ജോയിന്റ് ആയിട്ടാണ് ഈ മിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നാസയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ഇതിലെ L ബാൻഡ് റഡാർ, അതുപോലെ തന്നെ ഇതിന്റെ GPS, ഒരു ഹൈ കപ്പാസിറ്റി സോളിഡ് സ്റ്റേറ്റ് റെക്കോർഡർ, അതുപോലെ തന്നെ പേലോഡ് ഡാറ്റ സബ്സിസ്റ്റം, ഈ കാര്യങ്ങളൊക്കെയാണ് നാസ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ISROയുടെ കേസിലാണെങ്കിൽ ISRO ആണ് ഇതിന്റെ S ബാൻഡ് റഡാർ, അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്യുന്ന GSLV ലോഞ്ച് വെഹിക്കിൾ, അതുപോലെ ഇതിന്റെ സ്പേസ് ക്രാഫ്റ്റ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിസാർ സാറ്റലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഐസക് മൊയ്വ അല്ലെങ്കിൽ NSCN-IM എന്ന് പറയുന്ന നാഗാലാൻഡിലുള്ള ഒരു സംഘടനയെ കുറിച്ചാണ്.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന NSCN-IM അകത്തുള്ള ഒരു ചൈന മ്യാൻമാർ മൊഡ്യൂളാണ് ഈ മണിപ്പൂരിലുള്ള മെയ്തേയ് വിഭാഗത്തിൽപ്പെടുന്ന ചില ഇല്ലീഗൽ ഔട്ട്ഫിറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് NIA-യുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ NSCN-IM-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ NSCN-IM എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ആദ്യം ഈ NSCN-നെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലം തൊട്ടേ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം തൊട്ടേ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് നിലവിലുള്ള പ്രദേശമാണ് നാഗാലാൻഡ് എന്ന് പറയുന്നത്. അതായത് നാഗ കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഗ്രേറ്റർ നാഗാലിം വേണം എന്നുള്ളൊരു ആവശ്യം പണ്ട് തൊട്ടേ അവിടെ ഉണ്ട്. ഈ ഗ്രേറ്റർ നാഗാലാൻഡിനെയാണ് ഇവർ നാഗാലിം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇന്ന് കാണുന്ന നാഗാലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ അസാം, മണിപ്പൂര്, അതുപോലെ തന്നെ മ്യാൻമാറിലൊക്കെ താമസിക്കുന്ന നാഗ മെജോറിറ്റി ഏരിയാസ് ഉണ്ട്. ആ പ്രദേശങ്ങളെല്ലാതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അപ്പൊ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആദ്യ കാലഘട്ടത്തിൽ ഈ നാഗാലാൻഡിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാഗ നാഷണൽ കൗൺസിൽ അല്ലെങ്കിൽ NNC ആയിരുന്നു. അപ്പൊ ഈ നാഗ നാഷണൽ കൗൺസിൽ ഒരുപാട് കാലം നമ്മുടെ ഇന്ത്യൻ ഫോഴ്സസുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് യുദ്ധങ്ങളൊക്കെ ചെയ്ത് അതൊന്നും സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് അവരുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നതോടുകൂടി 1970-കളിൽ ഇന്ത്യൻ ഗവൺമെന്റും നാഗ നാഷണൽ കൗൺസിലും കൂടി ചേർന്നിട്ട് ഒരു ഷില്ലോങ് അക്കോർഡ് എന്ന് പറയുന്ന ഒരു പീസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഷില്ലോങ് അക്കോർഡിനെ എതിർത്തുകൊണ്ട് NNC-യിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി 3 നേതാക്കൾ, അതായത് ആ കാലഘട്ടത്തിൽ വളരെ യങ് ആയിരുന്ന ഒരു ഐസക് ചിഷി-സു, അതുപോലെ തന്നെ തോയിങ്ക്ലാങ് മൊയ്വ, SS കപ്ലാങ് എന്ന് പറയുന്ന 3 പേര് ചേർന്നുകൊണ്ട് ഫോം ചെയ്തതാണ് ഈ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറയുന്ന സംഘടന. അപ്പൊ ഈ സംഘടന പിന്നീട് സ്പ്ലിറ്റ് ആയിട്ടാണ് NSCN-IM എന്നും NSCN-K എന്നും പറഞ്ഞിട്ടുള്ള 2 ഗ്രൂപ്പുകളായിട്ട് മാറുന്നത്. അപ്പൊ ഈ NSCN-ന്റെ ഒക്കെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ നാഗാലാൻഡ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാഗാലിം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവരെ സാധാരണഗതിയിൽ ഈ NSCN എന്ന് പറയുന്ന സംഘടനയെ വിളിക്കാറുള്ളത് ഒരു റിലീജിയസ് ഫണ്ടമെന്റലിസവും അതുപോലെ തന്നെ ഒരു സോഷ്യലിസ്റ്റ് എക്സ്ട്രീമിസവും ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണെന്നാണ്. അതായത് ഒരേ സമയം ഇവർ പറയുന്നത് ഒരു സോഷ്യലിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെന്റും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കും ഞങ്ങൾ ഫോം ചെയ്യുന്ന രാജ്യത്തിന് ഉണ്ടാവുക എന്നാണ്. പക്ഷെ അതേസമയം ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യം കൂടിയായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് നാഗാലാൻഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഘടനയാണ് ഈ NSCN എന്ന് പറയുന്നത്. ഈ NSCN എന്ന് പറയുന്ന സംഘടന പിന്നീട് 1988 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ 3 ഫൗണ്ടിങ് ലീഡേഴ്സ് ഈ ഐസക്കും അതുപോലെ തന്നെ മൊയ്വയും കൂടി ചേർന്നുകൊണ്ട് NSCN-IM എന്നും അതുപോലെ തന്നെ കപ്ലാൻ എന്ന് പറയുന്ന ആള് NSCN കപ്ലാൻ എന്നുള്ള പേരിലായിട്ട് 2 ഗ്രൂപ്പുകളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഈ 2 ഗ്രൂപ്പുകൾക്കിടയിൽ പിന്നെ ഒരുപാട് ഇൻഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് 1997 ഈ 2 ഗ്രൂപ്പുകളുമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു സീസ് ഫയർ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സീസ് ഫയർ അഗ്രിമെന്റിൽ നിന്ന് പിന്നീട് NSCN-K പിന്മാറുന്നുണ്ട്, അല്ലെങ്കിൽ കപ്ലാൻ എന്ന് പറയുന്ന ഗ്രൂപ്പ് പിന്മാറുന്നുണ്ട്. അതോടുകൂടി ഈ NSCN-K-നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ഒരു അൺലോഫുൾ ഓർഗനൈസേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയായിട്ട്, നിരോധിത സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ NSCN-IM-നെ പക്ഷേ ഇപ്പോഴും നമ്മൾ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല. അതാണ് ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ഈ NSCN-IM-ഉമായിട്ട് 2015 വീണ്ടും ഇന്ത്യൻ ഗവൺമെന്റ് മറ്റൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് നാഗ ഫ്രെയിംവർക്ക് പീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദിയുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് NSCN-IM-ന്റെ കേസ്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് SEC-യെ കുറിച്ചാണ്, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ സെബി ഉള്ളതുപോലെ അമേരിക്കയിലുള്ള അവിടുത്തെ ഷെയർ മാർക്കറ്റിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു റെഗുലേറ്ററാണ് SEC എന്ന് പറയുന്നത്. ഈ SEC-യുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഹിന്ദുവിന്റെ പേജ് 15 ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് SEC-യെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പൊ എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സോ ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള അവരുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയും സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ഒക്കെ ചെയ്യുന്ന അവിടുത്തെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് SEC എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിലെ സെബിക്ക് വളരെ സിമിലർ ആണ് SEC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ SEC-നെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ സെബി വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ SEC എന്ന് പറയുന്ന സംഘടന ഒരുപാട് നേരത്തെ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. 1929 ഈ ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് നടന്നിട്ടുണ്ട്. ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആണ് ആ കാലഘട്ടത്തിലെ ഗ്രേറ്റ് ഡിപ്രഷനുള്ള കാരണമായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിന് ശേഷം 1933 US ഗവൺമെന്റ് ഒരു US സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കുന്നുണ്ട്.
ഓക്കെ. അതുപോലെ തന്നെ 1934 ഒരു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ആക്ട് പാസ്സാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ 1934 ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ സെബി ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ഈ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അധികാരങ്ങളുള്ള ഒരു എൻറ്റിറ്റി കൂടിയാണ് ഈ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.